ഹലോ, നമുക്ക് ആക്ച്വലി ഡേ 1 നമ്മൾ അങ്ങനെ കഴിഞ്ഞു. പക്ഷെ ഡേ 1ന്റെ ക്ലൈമാക്സ് അല്ല, ഒന്നും എടുക്കാനൊന്നും പറ്റില്ല. കാരണം പെട്ടെന്ന് ഉറങ്ങിപ്പോയി. ഫുഡൊക്കെ കഴിച്ച് വന്ന് ഫുൾ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. തിരിച്ച് വീട്ടിലേക്ക് ഒന്നും എടുത്തില്ല. നമ്മൾ ഡേ 2 രാവിലെ ഇറങ്ങിയേക്കുവാണ്. ഫസ്റ്റ് നമ്മൾ വന്നേക്കുന്നത് സൗത്ത് ജസീന്തോ ചർച്ച് ഐലൻഡാണ്. പക്ഷെ ഇവിടെ റിനോവേഷൻ നടക്കുന്നതുകൊണ്ട് കയറാൻ പറ്റത്തില്ല. ജസ്റ്റ് വന്നു കണ്ടു. നമ്മുടെ ഹോട്ടലിന് തൊട്ടടുത്ത് തന്നെയായിരുന്നു. ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം, അത്രേ ഉള്ളൂ. നല്ല സ്ഥലമാണ് കേട്ടോ. ബാക്കിയുള്ളവർക്ക് അപ്പുറത്തുണ്ട്. കാറിൽ വന്ന് എനിക്ക് ഭയങ്കര വെയിലാണ്. നമുക്ക് കുറച്ചുകൂടെ മുന്നേ ഇറങ്ങണമെന്ന് വിചാരിച്ച, പക്ഷെ എഴുന്നേറ്റില്ല, അതുകൊണ്ട് പറ്റിയില്ല. ഭയങ്കര വെയിലാണ് കണ്ടോ. ഇവിടെ കുറച്ച് ഓൾഡ് കപ്പലൊക്കെ ഉണ്ട് കേട്ടോ, ഷിപ്പ് സാധനങ്ങളൊക്കെ. പിന്നെ കാണാം, പക്ഷെ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ കാര്യമായിട്ട്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്ത് ഓൾഡ് ഗോവയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സൗത്ത് ഗോവയിലായിരുന്നു ഇന്നലെ സ്റ്റേയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ പോകുന്ന വഴി നമുക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടേഴ്സ് ആണല്ലോ, ബിൽഡിങ്സും ബ്രിഡ്ജസും ഒക്കെ. അപ്പം ഒരു അടിപൊളി ബ്രിഡ്ജാണ്. ആ ബ്രിഡ്ജിൻ്റെ പേര് സ്വാരി ബ്രിഡ്ജ് എന്നാണ്. നമ്മളിപ്പോൾ ആ ബ്രിഡ്ജിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. ആ ബ്രിഡ്ജിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. നമുക്ക് ആ ബ്രിഡ്ജ് കാണാം. അതെ, ബ്രിഡ്ജിൽ ഒത്തിരി വിശേഷങ്ങളുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ബ്രിഡ്ജ് നല്ല രസമാണ് കേട്ടോ, മഞ്ഞ കളറിലാണ്. ഇവിടെ നോക്കുമ്പോൾ ഇച്ചിരി ഓറഞ്ച് 2-3 ലെയർ ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അവിടെ കേറുമ്പോൾ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. നമ്മൾ ബ്രിഡ്ജിലെത്തി. വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞല്ലോ, നല്ല രസം. ഇതിന്റെ അടിയിൽ കൂടെ ട്രെയിൻ പോകുന്നത് നല്ല രസമുണ്ടല്ലേ ചേച്ചി? ചേച്ചിയൊക്കെ ഉറങ്ങിയാൽ എന്ത് ചെയ്തേനെ? ആയിരുന്നെങ്കിലോ ഹലോ, നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ട് നമ്മൾ ഓൾഡ് ഗോവയിലാണ് ഉള്ളത്. ഇത് സ്ഥലം സെന്റ് ഫ്രാൻസിസ് സീസി കത്തീഡ്രൽ ആർക്കിയോളജിക്കൽ മ്യൂസിയം. ഇവിടെ കുറേ പഴയ എന്താ പറയുക ആർക്കിയോളജിക്കൽ ആയിട്ടുള്ള പുരാതന വസ്തുക്കൾ കുറേ ഉണ്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ജസ്റ്റ് എൻ്റർ ആയിട്ടേ ഉള്ളൂ. ഞങ്ങൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം ഇവിടെ എന്തൊക്കെയുള്ളത്. നമ്മൾ ആക്ച്വലി ഇതിൽ കയറി വരുമ്പോൾ തന്നെ കാണുന്നത് ഇതുപോലത്തെ കുറച്ച് കല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് ഇതൊക്കെയാണ്. ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ബിൽഡിങ്സ് ഒക്കെ ഇല്ലേ, നമ്മുടെ പണ്ടുണ്ടായിരുന്ന ബിൽഡിങ്സിൻ്റെ ഒക്കെ ഓരോരോ പോർഷൻസ് പൊട്ടിപ്പോകുന്നതൊക്കെ ഇവരൊരു എന്താ നമുക്ക് കാണാൻ വേണ്ടി ആക്കി വെച്ചേക്കുന്നതാണ്. കുറേ ഷേപ്സ് സാധനങ്ങൾ. നമ്മളിപ്പോഴത്തെ ആർക്കിടെക്ചറിലൊന്നും ഇങ്ങനത്തെ ഒന്നും ഉണ്ടാകത്തില്ല. ഇതൊക്കെ ശരിക്കും കൊത്തു വർക്കാണ്. ഇതിനൊക്കെ ഒരു പേരെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്കൾപ്ചർ ഓഫ് എ ക്രിസ്ത്യൻ സെയിൻറ്റ്. ഇത് ഏതോ ഒരു സെയിൻറ്റിൻ്റെ സ്കൾപ്ചറാണ്. ഏത് സെയിൻ്റ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പില്ലർ വിത്ത് ക്രിസ് ക്രോസ് മോട്ടീഫ്. ആർക്കിടെക്ചറൽ മെമ്പർ വിത്ത് ഫ്ലവർ മോട്ടീഫ്. ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പണ്ടത്തെ ഡെക്കറേഷൻസ്, ഇന്റീരിയേഴ്സൊക്കെ ഇങ്ങനെയൊക്കെയായിരുന്നു. ഇന്റീരിയർ ഔട്ടേഴ്സൊക്കെ ഇങ്ങനെയായിരുന്നു.
ഇതാണ് മൈൽ സ്റ്റോൺസ് ഓഫ് ഗൺ പവർ ഫാക്ടറി. നമ്മുടെ വെസ്റ്റേൺ പി മൈക്കിൾ അതിൻ്റെ ചുറ്റും നിൽക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് ആക്ച്വലി അറിയത്തില്ല, പോയി നോക്കട്ടെ. ആള് സെൽഫി ഒക്കെ എടുത്ത് നിൽപ്പുണ്ട് കേട്ടാ. ഇതെന്താ ബസ്സിനേട്ടാ? ഇതെന്താ? ഇത് കുളം. കുളം? എന്ത് കുളം? ഇത് പടവുകളുള്ള കുളം. വെള്ളം അടിക്കാൻ വേണ്ടി മോട്ടർ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. എല്ലാ രീതിയിലും ഇങ്ങനെ പടവുകളും നല്ല കുളം. നല്ല കുളം, വളരെ നല്ല കുളമാണ്. പക്ഷെ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു. അത്ര കുറച്ച് പൊല്യൂട്ടഡ് ആണ് സംഭവം. ഇതൊരു ഓൾഡ് ചർച്ചാണല്ലേ? ദൾത്താരയൊക്കെയാണ് ചർച്ചിന്റെ. ഈ രൂപം എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. പക്ഷെ ഇത് നിത്യസഹായ മാതാവുണ്ട്, എന്തുകൊണ്ട് വിശുദ്ധന്മാരുണ്ട്. പക്ഷെ അടിയിലുള്ള സംഭവം എന്താണെന്ന് അറിയത്തില്ല. എന്തോ ഒരു സാധനം ഉണ്ട്, പക്ഷെ എന്താ മനസ്സിലാവുന്നില്ല ആക്ച്വലി. ദിസ് ഈസ് ആക്ച്വലി നമ്മുടെ കത്തീഡ്രൽ. ഇതാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. എന്തുവാ? വീല് ഞാൻ കണ്ടായിരുന്നു. എടുത്തെടുത്തു. അത് ഞാൻ കാണിച്ചായിരുന്നു. നമുക്കെന്നാ കത്തീഡ്രലോട്ട് പോവാം. ഞാൻ നടന്ന് കയറുന്ന വീഡിയോ എടുക്കാതെ മറ്റന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. തൂക്കുണ്ട്. ഈ സ്ഥലം നല്ല ക്ലീൻ ആയിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കറക്റ്റായിട്ടുള്ള ഒരു ഫ്രീക്വൻറ്റ് ഇൻ്റർവെൽസിൽ ഇവർ ഡസ്റ്റ്ബിൻസ് വെച്ചിട്ടുണ്ട്, ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസ് ഉണ്ട്. എല്ലാം വളരെ മനോഹരമായിട്ട് ഈസി ലോണും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഫുൾ ടൈം ക്ലീനിങ് ഇവിടെ എപ്പോഴും നടക്കുന്നുണ്ട്. ക്രോസിന് എന്താ ഒരു പ്രത്യേകതയില്ലേ? ക്രോസിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. എന്താണോ നമ്മളത് പഠിച്ചിട്ട് അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. എന്താ പുള്ളിക്കാരൻ എന്തൊക്കെയോ പറഞ്ഞായിരുന്നല്ലോ? എന്തൊക്കെയോ പറഞ്ഞേ? സെന്റ് ഫ്രാൻസിസ് അസീസിയുടെ ചർച്ചാണ്. അസീസിയുടെ ചർച്ചാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇത് ഇവിടെ നേരത്തെ പ്രീച്ച് ചെയ്തുകൊണ്ടിരുന്ന പോഡിയമാണ്. അത് ആ കാണുന്ന സ്ഥലം ഞാൻ സൂം ചെയ്ത് കാണിച്ചത്. ഇവിടെയാണ്, ആ കാണുന്നിടത്താണ് അച്ഛന്മാർ പ്രസംഗിക്കാൻ വേണ്ടി നിന്ന സ്ഥലം. എന്തുവാ? ഫ്രാൻസിസ് അസീസിക്ക് ദൈവം നൽകിയ ഒരു സ്വപ്നത്തിൻ്റെ ബേസ് ആയിട്ടുള്ള ഒരിതാണ്. ഈശോനെ ക്രൂശിതനായ ഈശോനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സ്റ്റാച്ചു ആണ് ഇവിടുത്തെ മെയിൻ സ്റ്റാച്ചു. അതിൻ്റെ താഴോട്ട് ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ സെയിൻസിൻ്റെയും മാതാവിൻ്റെയും എല്ലാം സ്റ്റാച്യൂസ് ഉണ്ട്. ഇത് ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഓൾഡ് ആർക്കിടെക്ചറാണ്. എങ്ങോട്ടാ പോണ്ടേ?
നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഇവിടെ ഫ്രാൻസിസ് സേവിയറിന്റെ ചർച്ചിലേക്കാണ്. ഇപ്പൊ ഉണ്ടായിരുന്നത് ഫ്രാൻസിസ് അസീസിയുടെ കത്തീഡ്രലായിരുന്നു. ക്ലൈമറ്റ് ഭയങ്കര സീനാണ്, നട്ടപ്പൊരു വെയില്. ഇത് കാരണം ടയേർഡായി മൊത്തത്തിൽ. ഇതാണ് ആക്ച്വലി എന്താ ബസിലിക്ക ഓഫ് ബോം ജീസസ്. ബോം ആണോ? ബോം അല്ല, POM. എന്താണ് ഫുൾ ഫോം? ഇത് നല്ല നൈസ് പള്ളിയാണ്, എന്ത് രസം കാണാൻ നോക്കാം. പക്ഷെ ഭയങ്കര ക്രൗഡഡ് ആണ്, കണ്ടോ? അങ്ങോട്ട് കയറാനുള്ള ക്യൂ ആണെന്ന് തോന്നുന്നു. അത് നോക്കി, ഇത്രയും വലിയ ക്യൂ കഴിഞ്ഞ് നമുക്ക് അതിനുള്ളിൽ കയറാൻ പറ്റത്തുള്ളൂ. അതെ, ഫ്രാൻസിസ് സേവിയറിൻ്റെ ചർച്ചിൽ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഉള്ളിലെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവിടുത്തെ റഷ് കാരണം നല്ലപോലെ ടയേർഡായിരുന്നു. അതുകൊണ്ട് പിന്നെ ബാക്കി ഞങ്ങളങ്ങ് തിരിച്ചു പോന്നു. അത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഡേ 2 മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ബൈ ബൈ.